രാത്രി കഴിഞ്ഞപ്പോഴേക്കും നാളത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറി കരിഞ്ഞ് കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആദ്യം മോരുകറി ഉണ്ടാക്കാൻ തന്നെ. അപ്പോൾ അങ്ങനെ മോരുകറിക്ക് മോരൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം കൂട്ടായി കഴിഞ്ഞപ്പോഴേക്കും അമ്മ മോരുകറിക്ക് മോരൊക്കെ ഒഴിച്ച്, അച്ഛനാണെങ്കിൽ അവിയലിനും സാമ്പാറിനൊക്കെ വേണ്ട കഷ്ണങ്ങളിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. കിച്ചടിക്കുള്ള ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓരോന്നിങ്ങനെ ആയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുക. എന്നോട് പറഞ്ഞു നീയും കൂടെ അരിയാൻ കൂടെ. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കലേ, നീ വീഡിയോ എടുക്കാതെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ ചെയ്യാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മ എന്ത് മോരുകറി, ഞാൻ ചെന്ന് മോരുകറിയായി കടുക് വറുത്തുകൊണ്ടിരിക്കുക. മോരുകറിക്ക് കടുക് വറുത്തുകൊണ്ടിരിക്കുക ഞാൻ ചെല്ലുന്ന കഴിഞ്ഞപ്പോഴേക്കും. അത് കഴിഞ്ഞിട്ട് അമ്മ കടുക് വറുത്ത് ഇട്ടു. ഞങ്ങൾ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടേക്കുന്നത്. മുളക് പൊടിയൊക്കെ കടുക് വറുത്തതിലേക്ക് ഇട്ടിട്ടുണ്ട്, കുറച്ചേ ഇട്ടിട്ടുള്ളൂ അമ്മ. ബാക്കി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്നോട് പറഞ്ഞ സൂക്ഷിച്ച് നിൽക്കണം അല്ലെങ്കിൽ മേത്തൊക്കെ തെറിക്കുമെന്ന് പറഞ്ഞ് കടുക് വറുത്ത് കഴിയുമ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കാറുണ്ട് മൊബൈലിലേക്ക് തെറിക്കുമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇഞ്ചിക്കറി വെക്കാനുള്ള ഇഞ്ചിയാണ്, അത് കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. അത് കഴുകി വരെ എടുക്കണം. എന്നിട്ട് വീണ്ടും കഴുകും. അച്ഛനെ മുകളിൽ ഇരുന്ന് നന്നാക്കിക്കൊണ്ട് ഞാൻ അച്ഛനോട് താഴെ വന്നിരിക്കാൻ പറഞ്ഞ് അങ്ങനെ താഴെ വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനും കുറച്ച് കഴിയുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ്. അന്നേരപ്പോഴേക്കും മുകളിൽ വന്നിരുന്നു അമ്മ ബീട്രൂട്ട് കിച്ചടി വെക്കാൻ വേണ്ടിയിട്ട്. അമ്മയോട് പറഞ്ഞ് ചിരിക്കരുതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചിരിക്കുക. അന്നേരപ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കാണ്ട് കഴിഞ്ഞപ്പോഴും അമ്മ പറഞ്ഞ് എന്നോട് പോയി തേങ്ങ രണ്ടിട്ട് വരാൻ, കിച്ചടി വെക്കാണ് തേങ്ങ രണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പോയി ഞാൻ തേങ്ങ രണ്ടിട്ട് വരുന്നത് പോലെയാണ്. അന്നേരം അച്ഛൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട്, നീ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കുന്നതെന്ന് അച്ഛൻ ഓടി വന്ന് വീഡിയോ എടുത്തിട്ട് പോയി. അതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അനീത്തി അവിടെ ഫോണും കളിച്ചുകൊണ്ട് അതിലേക്ക് നടപ്പുണ്ട് കേട്ടോ. ഗെയിം കളിയാണ്. ഫോൺ മാറി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വേറെ ഫോൺ കിട്ടിയല്ലോ. അന്നേരപ്പോഴേക്കും അതിലേക്ക് ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഗെയിം കളിയാണിപ്പോൾ. ഇപ്പോൾ ബീട്രൂട്ട് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചമ്മ വേവിക്കാൻ വേണ്ടിയിട്ട്. ആ നേരത്താണെങ്കിൽ തേങ്ങ ആണെങ്കിൽ ചിരണ്ട ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ മിക്സിയിലേക്ക് ഇട്ട് വെച്ചേക്കുക. ചിരണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, തേങ്ങയൊക്കെ കുറച്ച് ചിരണ്ടിയുള്ളൂ. അന്നേരപ്പോഴേക്കും അമ്മയാണ് ഈ ജീരകം ജാറിലേക്ക് ഇട്ട് അതിൻ്റെ പുറകെ ഇതെടുത്തു. അന്നേരം എന്ത് അവിടെ തിളച്ചുകൊണ്ടിരിപ്പുണ്ടേ. അത് കഴിഞ്ഞിട്ട് അമ്മ അതെല്ലാം കൂടി ഇട്ട് മിക്സിയിലടിക്കുകയെന്ന് പറഞ്ഞു. അന്നേരപ്പോഴേക്കും കാന്താരിമുളക് എടുക്കാൻ പോയി. കാന്താരിമുളക് നമ്മുടെ വീട്ടിലെ തന്നെയുള്ളതാണ് കേട്ടോ. അവിടെ തന്നെ വീട്ടിലുള്ള കാന്താരിമുളകാണ്. അപ്പോൾ കാന്താരിമുളകൊക്കെ ഇട്ട് കുറച്ച് എരിവ്, ഒത്തിരി എരിവ് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് കടുക് ഇട്ട്. കടുക് എന്തിനാണെന്ന് വെച്ചാൽ കടുക് ഇടുന്നതല്ല, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കൈക്ക് ഇത്തിരി ഇടാവുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കും മനസ്സിലായില്ല, അതൊക്കെ പൊടിക്കൈകളാണ് പിന്നെ ആയിരിക്കും തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഇളക്കി വീണ്ടും വറ്റി വരാൻ വേണ്ടി വീണ്ടും ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി. അച്ഛൻ അന്നേരം എന്നെ ഓടിച്ചു വിട്ടു. അന്നേരം അമ്മ ഇവിടെ അരപ്പ് ചേർക്കുവാണ്. അപ്പോൾ അമ്മ എല്ലാം കൂടെ വെള്ളവും ഒഴിച്ച് അരപ്പ് ഒത്തിരി പോലും കളയാതെ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് തൈര് ഒഴിക്കുന്നത്. അത് കഴിയുമ്പോൾ രാവിലെ കിടന്ന്, അത് കഴിഞ്ഞ് രാവിലെ എടുത്ത വീഡിയോ കേട്ടോ ഇത്. എങ്ങനെയാണെന്ന് കൊള്ളാമെന്ന് പറയണേ, ചുമ്മാ രസം. അതിൻ്റെ അവളാണെങ്കിൽ രാവിലെ തന്നെ ഈ പ്രാവശ്യം എന്തോ നേരത്തെ എണീറ്റ് പൂവൊക്കെ ഇട്ട് കേട്ടോ. കോലമൊക്കെ വരച്ച് വഴിയിൽ നിന്ന് തൊട്ടുള്ള കോലമാണ് കാണുന്നത്. ഞാൻ വരയ്ക്കണവരൊന്നുമല്ല, അച്ഛനും അവളും കൂടെ തന്നെ പോയിരുന്ന് വരച്ചത്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ നേരത്തോട്ട് കാണുന്നത്. ഈ വീഡിയോയും ഫോട്ടോയും കാണിച്ച് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. ഞാൻ ചെല്ലുമ്പോൾ ഓണത്തപ്പനൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പമൊക്കെ എടുത്ത് വെച്ച് പന്തം വെച്ചില്ല ഈ പ്രാവശ്യം. റോട്ടിൽ വെച്ചായിരുന്നു പന്തം. അവിടെ ഇതിൽ വെക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ട് പന്തം വെച്ചില്ല. പിന്നെയാണെങ്കിൽ വീടിൻ്റെ അകത്തേക്ക് കോലമൊക്കെ വരച്ച് അത് കഴിഞ്ഞിട്ട് കൈയൊക്കെ പതിപ്പിച്ച് എല്ലാവരും, ഞാനും പതിപ്പിച്ച് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാവിലത്തെ വക കുറച്ചും കൂടെ അരിയാനുണ്ടായിരുന്നു, അതൊക്കെ അരിഞ്ഞ് ലാസ്റ്റാണ് അവിയൽ വെക്കുന്നത്. അതേപോലെ ഞങ്ങൾ ഇല വെട്ടാനൊക്കെ പോയിട്ട് അവിടെ കുറേ നേരം റോട്ടിൽ കൂടെ നടന്ന് അവിടെ അടുത്ത ഇല വെട്ടാൻ വേണ്ടി ചുമ്മാ ഇങ്ങനെ നടന്ന്, അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലൊക്കെ കിട്ടുമോ എന്ന് വേണ്ടി നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഇല കിട്ടി. അന്നേരം ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ കുറേ പേരെ വെട്ടിക്കൊണ്ടുപോയെന്ന് തോന്നുന്നു. കാരണം അവിടെ തന്നെ കുറേ വെട്ടിയിട്ടുണ്ടായിരുന്നു ആ വാഴയിൽ നിന്നൊക്കെ. എന്നിട്ട് ഇലയൊക്കെ വെട്ടി അച്ഛനാട്ടോ വെട്ടുന്നത്, ഞാൻ ചുമ്മാ ഇല പിടിക്കുന്നേ ഉള്ളൂ. അച്ഛനാണെങ്കിൽ വാഴയില വെട്ടാനും പ്ലാഞ്ചോറ് എടുക്കാനും പോകുമ്പോൾ എടുക്കുന്ന പനിയൊക്കെ കറ വീഴുമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാനാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാനാട്ടോ ഇല വെട്ടുമ്പോൾ കൂടെ പോകുന്നത് എപ്പോഴും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇലയൊക്കെ പറിച്ച് ഞങ്ങളിങ്ങനെ വന്നു. ഒത്തിരി അടുത്താണ്. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പപ്പടം പൊള്ളിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പപ്പടം കാച്ചിയിട്ട് ലാസ്റ്റാണ് എല്ലാ കറിയും റെഡിയായി. അവസാനത്തെ കറിയാണ് പപ്പടം പൊള്ളിക്കുക എന്നുള്ളത്. അത് പപ്പടമൊക്കെ പൊള്ളിച്ച് ഞങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു പോയി ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാം നമുക്ക് ഒരുമിച്ച്. ഞാൻ ഒരു സർപ്രൈസായിട്ട് എന്ത് ചെയ്തു, സാരി എടുക്കാമെന്ന് വെച്ച്. അങ്ങനെ സാരി കൊടുത്ത് ഞങ്ങളത് എല്ലാവരും കൂടി ഈ കോലത്തിനാണ് വന്ന് നിന്നത്.
ഓണക്കോടി ഇട്ടെന്നല്ല കേട്ടോ, ചുമ്മാ രസം അമ്മയുടെ ഇരുന്ന സാരി ഞാൻ എടുത്ത് ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഈ കൊച്ചച്ഛൻ ഞാൻ സാരി എടുത്ത് കഴിയുമ്പോഴേക്കുള്ള കൊച്ചച്ഛൻ്റെ റിയാക്ഷൻ, അച്ഛൻ്റെ റിയാക്ഷൻ എടുക്കാൻ പറ്റില്ല, കൊച്ചച്ഛൻ്റെ റിയാക്ഷൻ എടുത്തു. കൊച്ചച്ഛൻ ഞാൻ സാരി എടുത്തുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോയൊക്കെ എടുത്തു. കൊച്ചച്ഛനും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കൊച്ചച്ഛൻ നേരത്തെ വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. വാഴയിലയിൽ ചോറൊക്കെ വെച്ച് ഇരുന്ന് ഞാൻ ഈ വീഡിയോ വെക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് എണീറ്റ് പോകുന്നതാണ്. ഞങ്ങളോരോ കഥയൊക്കെ പറഞ്ഞു. പായസമാണെങ്കിൽ പാൽപ്പായസം വെച്ചത് കേട്ടോ, അവർക്ക് ഇഷ്ടം പാൽപ്പായസം. അങ്ങനെ എല്ലാവരും കഥയൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങളുടെ ഓണം ഇങ്ങനെയൊക്കെയാണ്, എല്ലാ കൊല്ലം ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി